There is an indefinable, mysterious power that pervades everything. Knowledge equal to, according to me, creativity. ഞാൻ ഇന്നാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സദാചാരമില്ല. The democracy is more natural to India. ഇന്ന് നിലവിലുള്ള ഭാഷകളെ സംബന്ധിച്ച് 7 multiplied by 7 is 49. I belong to that species of Algard Brahmin. ഒരു നല്ല വിദ്യാർത്ഥിയെ പറ്റി to become more Indian. ജീവിതം ഒരു നദി ഒഴുകുന്നത് പോലെയാണ്. ജാതിഭേദം KC ചാക്കോ, VM ഇട്ടിയറ, AM വർക്കി, CP മാത്യു എന്നീ 4 മലയാളി ചെറുപ്പക്കാർ തികച്ചും അസാധ്യമെന്ന് തോന്നാവുന്ന ഒരു സ്വപ്നം കണ്ടു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയും പിന്നീട് അവിടെ അധ്യാപകരാകുകയും ചെയ്ത വ്യത്യസ്ത ക്രൈസ്തവ സഭാ വിഭാഗത്തിൽപ്പെട്ട 4 യുവാക്കളായിരുന്നു അവർ. തങ്ങൾ പഠിച്ച കോളേജ് പോലെ നാട്ടിലും ഒരു കലാലയം വേണമെന്നതും ഉന്നത വിദ്യാഭ്യാസത്തിന് കേരളത്തിന് പുറത്തു പോകേണ്ട അവസ്ഥ മാറണമെന്നതുമായിരുന്നു ലക്ഷ്യം. വിവിധ സഭകളുടെ സഹകരണത്തോടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെന്ന ചിന്ത 1911 തന്നെ ഇവർ തുടങ്ങിയിരുന്നു. 1919 ആ ചിന്തകൾക്ക് വേഗം കൂടി. 1921 കേരളം തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരുന്ന കാലം. സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെപ്പറ്റി ജനങ്ങൾ ബോധവാന്മാരായി തുടങ്ങി. കന്യാകുമാരി മുതൽ എറണാകുളത്തിന്റെ ഭൂരിഭാഗത്തോളം നീണ്ടുകിടന്ന തിരുവിതാംകൂറിൽ ഒരു പുതിയ കോളേജ് ആരംഭിക്കണമെന്ന് അന്നത്തെ സർക്കാരും ആഗ്രഹിച്ചു. വടക്കൻ പ്രദേശത്തായിരിക്കണമെന്നും ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ പുതിയ കോളേജിന് വേണ്ടിയുള്ള അപേക്ഷയോട് വളരെ ഉദാരമായ സമീപനമാണ് തിരുവിതാംകൂർ മഹാരാജാവായ മൂലം തിരുനാൾ രാമവർമ്മ സ്വീകരിച്ചത്. ആലുവ പുഴയോരത്ത് കുന്നിൻ മുകളിൽ പഴയ ആലങ്ങാട് കച്ചേരി മന്ദിരവും 18 ഏക്കർ ഭൂമിയും 500 കണ്ടി തേക്കിൻ തടിയും 69,148 രൂപ ഗ്രാൻഡും സർക്കാർ അനുവദിച്ചു. പിന്നീടുള്ളതെല്ലാം സുമനസുകളുടെ സംഭാവനയായിരുന്നു. 1921 ജൂൺ 8 64 കുട്ടികളും സ്ഥാപക പിതാക്കന്മാരായ 4 അധ്യാപകരുമായി ആദ്യ ബാച്ച് ക്ലാസ് തുടങ്ങുന്നത്. ജൂനിയർ ഇന്റർമീഡിയറ്റ് 3rd ഗ്രൂപ്പായിരുന്നു ആദ്യ കോഴ്സ്. ആ വർഷം തന്നെ PG എബ്രഹാം, DP ഉണ്ണി എന്നിവർ കൂടി അധ്യാപകരായി ചേർന്നു. DP ഉണ്ണിയായിരുന്നു ആദ്യത്തെ ക്രൈസ്തവേതര അധ്യാപകൻ. ആദ്യം നിശ്ചയിച്ച സ്ഥലത്ത് തുടക്കം കുറിക്കാൻ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു. അതോടെ ഇപ്പോഴത്തെ മംഗലപ്പുഴ സെമിനാരി നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന 3 നില കെട്ടിടത്തിൽ താൽക്കാലികമായി ആദ്യ ക്ലാസുകൾ തുടങ്ങി. 1921 ഒക്ടോബറിൽ കച്ചേരി മാളികയിലേക്ക് മാറിയെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനം 1921 നവംബറിൽ ദിവാൻ ബഹാദൂർ T രാഘവയ്യ ആണ് നിർവഹിച്ചത്. കത്തോലിക്ക സഭയുടേതല്ലാതെ ഇന്ത്യൻ ക്രൈസ്തവ സമൂഹം മുൻകൈയെടുത്തുണ്ടാക്കിയ ആദ്യത്തെ കലാലയം UC കോളേജാണ്. പെൺകുട്ടികളുടെ ആദ്യ ബാച്ച് 1939 ആരംഭിച്ചു. മിസ് റബേക്ക ഗ്രേസ് തോമസ് ആയിരുന്നു ആദ്യത്തെ വനിതാ ട്യൂട്ടർ. അവർ തന്നെ പെൺകുട്ടികളുടെ ആദ്യ ഹോസ്റ്റൽ വാർഡനുമായി. അങ്ങനെ 4 ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നം അനേകം ചെറുപ്പക്കാരുടെ ജീവിതപാതയായി. ആലുവ കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന കച്ചേരി മാളിക പണ്ട്, വളരെ പണ്ട് എന്ന് വച്ചാൽ AD 1811 തിരുവിതാംകൂർ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്ത് ജില്ലാ കോടതി ആയിരുന്നു അത്രേ. ഈ വഴിക്കു പോകാൻ കടത്തല്ലാതെ വേറൊരു മാർഗവുമില്ലായിരുന്നു.
അങ്ങനെയാണ് ഈ കടവിന് കച്ചേരിക്കടവ് എന്ന് പേര് വന്നത്. ഞാൻ 86 വർഷം മുമ്പാണ് അവിടെ പഠിക്കാൻ പോയത്. ആലുവ UC കോളേജ് സ്റ്റാർട്ട് ചെയ്ത് 1923 മറ്റോ ആണെങ്കിലും BA തുടങ്ങിയത് 1933 മറ്റോ. അപ്പം ഞാൻ ആദ്യകാല കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് ഏതാണ്ട് പറയാം എനിക്ക് തന്നെ. അതിൽ ആദ്യത്തേതുള്ള AM വർക്കി സാറ്, അദ്ദേഹം വിശ്വമഹാകവിയായിരുന്നു. പിന്നെ ഷേക്സ്പിയറുടെ ഹാംലെറ്റ്, മാക്ബത്ത് ഇത് ആണ് BAക്ക് പഠിപ്പിക്കുന്നത്. അത് വർക്കി സാറ് ഇന്ത്യയിൽ തന്നെ പ്രാധാന്യം കേട്ടിട്ടുള്ള അദ്ദേഹമായിരുന്നു. അദ്ദേഹം അത് വായിക്കുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അത്ര സുന്ദരമായ ഇതാണ്, ആക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത് പോലെ തോന്നും. അത്ര പേര് കേട്ട അദ്ദേഹമായിരുന്നു പ്രിൻസിപ്പൽ. രണ്ടാമതുണ്ടായിരുന്ന ആൾ CP മാത്യു സാറ്, പിന്നെ KC ചാക്കോ സാറ്. CP മാത്യു സാറ് സ്കിന്നർ ഹോസ്റ്റലിൻ്റെ വാർഡൻ, KC ചാക്കോ സാറ് ഹോളണ്ട് ഹോസ്റ്റലിൻ്റെ വാർഡൻ. അത് മോറൽ സയൻസ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഇട്ടിയര സാറാണ്. അന്ന് കോളേജിൽ പിന്നെ ബൈബിൾ ക്ലാസ് കമ്പൽസറി ആയിട്ട് ക്രിസ്ത്യൻസ് പഠിക്കണമെന്നുണ്ട്. മറ്റു ജാതിക്കാർക്കുള്ളതാണ് മോറൽ സയൻസ്. ഞാൻ ഈ ഒരു ക്രിസ്ത്യൻ സ്കൂൾ തിരുവല്ലയിൽ പഠിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാൻ പലപ്പോഴും ബൈബിൾ ക്ലാസ്സിൽ പോകുമായിരുന്നു. അപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നദോന്നത എന്ന വൃത്തത്തിലാണ് വഞ്ചിപ്പാട്ട് എഴുതിയിട്ടുള്ളത്, ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ താളം എന്ന് പറയുന്നത് ഉത്സാഹത്തിൻ്റെ താളമാണ്. ഇതിനൊരു വായ്ത്താരിയുണ്ട്. യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് അന്ന് പ്രധാനമായും റെസിഡൻഷ്യൽ കോളേജാണ്. ഏകദേശം 95% കുട്ടികളും വിദ്യാർത്ഥികളും അവിടെ തന്നെ താമസിക്കുന്നതാണ്. അന്ന് പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് ആണുങ്ങൾക്ക് മാത്രമുള്ള കോളേജാണ്. ഇന്നത്തെ പോലെ ബസ് സർവീസുകളൊന്നുമില്ല. അപ്പം ആലുവയിൽ നിന്ന് ഏതാനും കുറേ വിദ്യാർത്ഥികൾ ഡേ സ്കോളേഴ്സായിട്ട് വരുന്നു. അപൂർവം കുറച്ച് ആളുകൾ 2 ബസ്സിൽ വരുന്നവർ പറവൂർന്നും ഉണ്ടായിരുന്നു. ഇൻ്റർമീഡിയറ്റിന് 3 ഗ്രൂപ്പാണുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സുവോളജി, ബോട്ടണി, കെമിസ്ട്രി. തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, റോമൻ ഹിസ്റ്ററി. KC ജോസഫ് സാറാണ് സുവോളജി ആൻഡ് ബോട്ടണി പ്രസിഡൻറ്റ്. കെമിസ്ട്രിക്ക് അനന്തരാമൻ, ഫിസിക്സിന് TB നാരായണൻ സാറ്. ഇവരെയൊക്കെ മഹാരാജ, അവരുടെ ആകൃതി കണ്ടാൽ തന്നെ നമ്മൾ ബഹുമാനിച്ചു പോകും. ആ ഗാംഭീര്യവും അതേ സമയം തന്നെ ശിഷ്യന്മാരോടുള്ള വാത്സല്യം പ്രത്യേകവും എടുത്തു കാണിക്കുന്ന ടൈപ്പ് ഓഫ് പ്രൊഫസേഴ്സായിരുന്നു അവർ. പിന്നെ മലയാളം പഠിപ്പിക്കാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. വിശ്വവിഖ്യാതനായ ഉള്ളൂരിനെ പോലെയും വെള്ളത്തോളിനെ പോലും ഒക്കെയുള്ള പണ്ഡിതനായ DP ഉണ്ണി സാറായിരുന്നു മലയാളത്തിൻ്റെ മേലധികാരി. പിന്നീട് പിൽക്കാലത്തെ വലിയ യുക്തിവാദിയും അതിൻ്റെ കേരളത്തിലെ ഇതിനുമായിരുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറ്,
മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിലേക്ക് കടക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും, അമ്മയായി ഭാര്യയായി ഒക്കെ തന്നെ പകർനാട്ടം നടത്തുന്ന സ്ത്രീയുടെ വ്യത്യസ്തമായിട്ടുള്ള Every war has happened because the people who were supposed to create inflationary pressure in the economy. So this particular relationship is of great importance as far as an economics is concerned. നമ്മൾ പ്രൂവ് ചെയ്യുന്നു. ഇപ്പോൾ മാത്തമാറ്റിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചാണ് പ്രൂഫ് അല്ലേ, ഒരു സാധനം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അതായത് you have to find the organization where you're working for the project, then synopsis prepare ചെയ്യുക. Next is regarding the vascular. You see the vascular bundles. The vascular bundles are scattered here. So this species is capable of speech. സ്ഥാപക പിതാക്കൾ അവർ ആഗ്രഹിച്ചത് നടത്തിപ്പിലും സാംസ്കാരിക അന്തരീക്ഷത്തിലും ഈ കോളേജ് തികച്ചും ഭാരതീയമായിരിക്കണം എന്നവർക്ക് നിഷ്കർഷ ഉണ്ടായിരുന്നു. ആശ്രമതുല്യമായ ലാളിത്യവും മിതത്വവും ജീവിതത്തിൽ അതിൻ്റെ ഘടനകളിലും പ്രയോഗക്ഷമമായിരിക്കണമെന്ന് അവർ നിശ്ചയിച്ചിരുന്നു. നമ്മുടെ സ്ഥാപക പിതാക്കൾ ആഗ്രഹിച്ചത്, അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഒരു സവിശേഷമായ എക്യൂമെനിക്കൽ ദർശനമാണ്. ആ ദർശനമെന്ന് പറയുന്നത് വ്യത്യസ്ത സഭകൾക്ക് അവരുടേതായ ആരാധനാ രീതികളുണ്ട്, പാരമ്പര്യമുണ്ട്, ചരിത്രപരമായ ഒരു വസ്തുതകളുണ്ട്. അതൊക്കെ നിൽക്കെ തന്നെ ഈ എക്യൂമിനിസം, അവർ കണ്ടത് എക്യൂമിനിസം വലിയ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ വിശാലമാക്കുക എന്നുള്ളതാണ് നമ്മുടെ തുടർന്നുള്ള നിലനിൽപ്പിലും ആവശ്യമായിട്ടുള്ളത്. നടത്തിപ്പിലും അന്തരീക്ഷത്തിലും കോളേജിനെ ഭാരതീയമായി വിഭാവന ചെയ്യുമ്പോഴും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും നന്മകൾ ഉൾക്കൊള്ളേണ്ടതാണെന്ന് സ്ഥാപകർ വിശ്വസിച്ചു. 1960കളുടെ അവസാന കാലം വരെ പാശ്ചാത്യരായ CMS മിഷണറിമാരുടെ സാന്നിധ്യം കോളേജിലുണ്ടായിരുന്നു. അവർ അധികാരികളായിരുന്നില്ല, സഹപ്രവർത്തകർ തന്നെയായിരുന്നു. ഇത് സൃഷ്ടിക്കുന്ന സാർവജനീനമായ ഒരു അന്തരീക്ഷം അവർ വിലമതിച്ചു. സാമൂഹിക പ്രതിബദ്ധതയും ഉത്തരവാദിത്വബോധവും വളർത്തിയെടുക്കാൻ കോളേജ് അതിൻ്റെ തുടക്കം മുതൽ ശ്രദ്ധിച്ചിരുന്നു. 1927 ജൂണിൽ ആരംഭിച്ച ആലുവ സെറ്റിൽമെൻറ്റ് സ്കൂൾ പിന്നാക്ക സമുദായത്തിലെ ആൺകുട്ടികൾക്കായുള്ള ഇത്തരത്തിലുള്ള ഒരു സംരംഭമായിരുന്നു. LW ഹൂപ്പർ എന്ന പ്രൊഫസറും കോളേജിൽ നിന്ന് ബിരുദം നേടിയ MV ജോർജ്, KJ ജോൺ, PT ചാക്കോ എന്നിവരും ചേർന്നാണ് സെറ്റിൽമെൻറ്റ് സ്കൂൾ ആരംഭിച്ചത്. UC കോളേജിന് സമീപം 11 ഏക്കർ ഭൂമി ഇതിനായി വാങ്ങി. തുടക്കത്തിൽ 10 വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുടുംബാന്തരീക്ഷത്തിലെന്ന പോലെ വ്യക്തിപരമായ പരിചരണത്തിലാണ് അവരെ രൂപപ്പെടുത്തിയെടുത്തത്. സെറ്റിൽമെൻറ്റ് സ്കൂളിൻ്റെ ഗവേണിംഗ് ബോർഡിൽ ഇപ്പോഴും UC കോളേജിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്നു. കോളേജ് ഹോസ്റ്റലിലെ മുറികളിലൊന്നിൽ 1931 റൂറൽ മെഡിക്കൽ മിഷൻ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വൈദ്യസഹായത്തിനായി തുടങ്ങിയതാണെങ്കിലും സമീപത്തുള്ള ജനങ്ങൾക്ക് സഹായം നിരസിച്ചില്ല. റവറൻഡ് BG ക്രോളിയുടെ ഭാര്യ ശ്രീമതി എയ്ലീൻ ക്രോളിയുടെ നേതൃത്വത്തിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം. കോളേജിലെ ഏതാനും വിദ്യാർത്ഥികൾ ഇതിന് പിന്തുണ നൽകി.
1938 റൂറൽ മെഡിക്കൽ മിഷന് ആവശ്യമായ സ്ഥലം തിരുവിതാംകൂർ സർക്കാർ സംഭാവന നൽകി. അതോടെ അവിടെ സ്ഥിരമായൊരു കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യൻ ദേശീയതയെ അവർ ആദരിച്ചു. 1922 ടാഗോർ കോളേജ് സന്ദർശിച്ചു. 1925 വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുക്കാൻ പോകും വഴി ഗാന്ധിജിയും വിശ്വമാനവികതയിൽ അധിഷ്ഠിതമായ ദേശീയതയിൽ മുൻപോട്ട് പോകണം എന്നതായിരുന്നു തീരുമാനം. അതുകൊണ്ട് തന്നെ കുട്ടികളുമായി സംവദിക്കാൻ അതിഥികളെ തിരഞ്ഞെടുക്കുമ്പോഴും ആ നിഷ്കർഷ പുലർത്തി. സ്വാതന്ത്ര്യ സമരത്തോട് അനുഭാവപൂർവമായ സമീപനം കൈക്കൊള്ളുമ്പോഴും ഒരു നേർത്ത സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് വിശാലവും ഉദാരവുമായ ലോകവീക്ഷണത്തെയും വിദ്യാഭ്യാസ ചിന്തകളെയും അവർ പ്രയോഗക്ഷമമാക്കി. കരിന്തിരി കണ്ടേ നോവിൻ വായ്ത്താരി കേട്ടേ ഉൾക്കൈയിൽ കാലൻ വായ്ക്കരി തന്നെ ചൊല്ലുന്നേ ഞാൻ പണ്ടേ ചത്തേ. തെളുതേളെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ന്യൂസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രതിഷേധിക്കേണ്ടതാണെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കും. അതെല്ലാ പാർട്ടികളും ഏറ്റെടുക്കും. അതേപോലെ ഈ കലാമേഖലകൾ ഏറ്റെടുക്കും. അതിൻ്റെ ബേസിസിൽ ഇതേപോലെ സ്ട്രീറ്റ് പ്ലേസ് നാടകങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും കോളേജിനെ വിടാതെ പോവില്ല. ഏകദേശം 500-ൽ താഴെ പുസ്തകങ്ങളുമായിട്ട് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല കോളേജ് ലൈബ്രറികളിൽ ഒന്നാണ് UC കോളേജിൻ്റേത്. 500-ൽ താഴെ ബുക്കുകളിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ ഏകദേശം 1,00,000-ഓളം പുസ്തകങ്ങളാണ് നമുക്കുള്ളത് ഇവിടെ. അതിൽ കുറേ എണ്ണം 1850-കൾക്ക് മുമ്പുള്ള പുസ്തകങ്ങൾ വരെ നമുക്കിവിടെയുണ്ട്. ഒരു ആർക്കൈവ് സെക്ഷനായിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുക. പലപ്പോഴും ലൈബ്രറിമാരുടെ ഒരു വലിയ കംപ്ലയിൻറ്റ് കോളേജ് ലൈബ്രറികൾ നന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ UC കോളേജിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം കുട്ടികൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ് UC കോളേജിൻ്റേത് എന്ന് കാണാൻ കഴിയും. പുസ്തകങ്ങൾ മാത്രമല്ല, ഇന്ന് നോൺ ഡോക്യുമെൻ്ററി സോഴ്സസ് ആയിട്ടുള്ള ബുക്കുകൾ, റിസോഴ്സസുകളെല്ലാം തന്നെ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. അത് ഏതാണ്ട് 30 ലക്ഷത്തിലധികം പുസ്തകങ്ങൾ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇൻഫ്ലിപ്പ് നെറ്റ് ഓഫർ ചെയ്യുന്ന എൻലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കളക്ഷനുണ്ട്. അപ്പോൾ ഓൺലൈൻ റിസോഴ്സസ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല ലൈബ്രറി ആയിട്ട് ഏകദേശം 3 പ്രാവശ്യം നമ്മുടെ ലൈബ്രറി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോളേജ് മാഗസിൻസ് 1925 മുതൽ ഇന്ന് വരെയുള്ളത് മുഴുവൻ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. പിന്നെ ബ്രെയിലി ലിപിയിലുള്ള കോളേജ് മാഗസിൻ നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.
ഇതുകൂടാതെ കുറേയേറെ ഫോട്ടോകളുടെ ആർക്കൈവ്സും ഒക്കെ നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. UC College Museum was started in 1975 June. It was started by the teachers and students of History Department. They started an initiative to collect artifact or object of cultural and historical importance from the surroundings. First, they collected sculptures from Muvattupuzha. Now we are having a huge collections of prehistoric Harappa age and all. UC കോളേജ് വ്യത്യസ്തമാകുന്നത് കോളേജിൻ്റെ സാമ്പത്തിക നയം മാതൃകാപരമാണ് എന്നതുകൊണ്ട് കൂടിയാണ്. നിയമനങ്ങളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ UC കോളേജ് ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. അതേസമയം നിർധനരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന കാര്യത്തിൽ കോളേജ് എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. My project have been shortlisted under the research incubation program conducted by Kerala Startup Mission and MG University. Water hyacinth is one of the most invasive plant species in the earth, and to control its growth we can convert them into many value added products. My product Icostick consists of water hyacinth fibers which has a coating of organic fertilizer. It's a complete plant food especially for potted plants. Water hyacinth can be converted into many useful products. These weeds are collected from different parts of Ernakulam district, and we are planning to market these products through the eco shop of our college. വിദേശ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്ക് UCയിൽ വന്ന് പഠിക്കുന്നതിനും ഇവിടെ നിന്നുള്ള കുട്ടികൾക്ക് പുറത്തെ സർവകലാശാലകളിൽ പരിശീലനം നേടുന്നതിനും എക്സ്ചേഞ്ച് പ്രോഗ്രാം നിലവിലുണ്ട്. ഇതുകൂടാതെ കോളേജിലെ അധ്യാപകർക്ക് അക്കാദമികവും ഭരണപരവുമായ പരിശീലനം ലഭിക്കുന്ന തരത്തിൽ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്തോനേഷ്യ, ഹോങ്കോങ്, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ധാരണയുണ്ട്. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ മറ്റുള്ളവരെ കൂടി ചേർത്ത് നിർത്തി വളർത്തുക എന്നൊരു ദൗത്യമാണ് ഈ കലാലയം എക്കാലത്തും നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തുമായി ചേർന്ന് സാമ്പത്തിക സർവേകൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പലതരം പരിശീലനങ്ങൾ, കമ്പ്യൂട്ടർ സാക്ഷരത, ഹോംവർക്ക് അസിസ്റ്റൻസ് എന്നിങ്ങനെയുള്ള പരിപാടികൾ കാര്യക്ഷമമായി നടന്നു പോകുന്നു.
ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെടുമോ എന്നൊരു പേടിയോടെയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല ഒന്നാമത്തെ കാര്യം. Let us learn the botanical nomenclature details of Mimosops eleni. I am showing the QR code. It goes to scienceq.org. I am selecting this, so it will go to the site which is based in London. So it is the Kew Botanical Garden, and you can see all the details of the plants regarding its distribution, synonyms, publications and other data. Mimosops elengi is a medium-sized There is an indefinable, mysterious power that pervades everything. I feel it, though I do not see it. ആയിരത്തി 1925 മഹാത്മാഗാന്ധി ആലുവ UC കോളേജിൽ സന്ദർശിച്ച വേളയിൽ നട്ട മാവാണ് ഗാന്ധി മാവ് എന്ന് പറയുന്നത്. ഈ ഗാന്ധി മാവിൻ്റെ 100 തൈകൾ കോളേജ് 100 വർഷം ആഘോഷിക്കുന്നത്, അതായത് സെൻറ്റിനറി സെലിബ്രേഷൻസ് നടത്തിയ ഈ കോളേജിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രാഫ്റ്റിംഗ് വഴി ഡെവലപ്പ് ചെയ്തത്. ഈ തൈകൾ നമ്മൾ ഗാന്ധിമാവിനെ സ്നേഹിക്കുന്നവർ, UC കോളേജിനെ സ്നേഹിക്കുന്ന അലുമിനി ഉൾപ്പെടെയുള്ളവർക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുകയാണ്. കോളേജിൻ്റെ സ്റ്റുഡൻറ്റ് ഇനിഷ്യേറ്റീവ് പ്രോജക്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രൈ ലീഫ് കമ്പോസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ച് ചെയ്യുന്നൊരു പ്രവർത്തന രീതിയാണിത്. പണ്ട് കാലഘട്ടങ്ങളിൽ ഇലകൾ ഉണ്ടാകുന്ന സമയത്ത് ഉണങ്ങിയ ഇലകളെല്ലാം തന്നെ കത്തിച്ച് കളയുന്നൊരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഓർഗാനിക് ഫാമിംഗ് തുടങ്ങിയ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പ്യൂർ ഓർഗാനിക് ഫെർട്ടിലൈസർ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു ഇനിഷ്യേറ്റീവ് പ്രൊജക്റ്റാണ് ഡ്രൈ ലീഫ് കമ്പോസ്റ്റ്. ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഉണക്കയിലെല്ലാം കൂടെ ശേഖരിച്ച് കഴിഞ്ഞാൽ ഡ്രൈ ലിഫ്റ്റ് ബിന്നിലേക്ക് നമ്മൾ ശേഖരിക്കുകയും ആ ബിന്നിൽ നിന്നും കുറച്ച് കൗഡൻ സ്ലറി എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ പ്രോസസ്സിങ് വെച്ചിട്ട് മൈക്രോ ഓർഗാനിസത്തിൻ്റെ സഹായത്തോടെ ഈ ഡ്രൈ ലീഫ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയും അത് പിന്നീട് ചെടികൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോഴത്തെ NSS യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് നമ്പർ 52 ആണ്. നിരവധി പ്രവർത്തനങ്ങളാണ് NSSലൂടെ നടന്നു പോകുന്നത്. റീസെൻ്റായിട്ട് NSS ഏറ്റെടുത്തേക്കുന്ന പദ്ധതി എന്ന് പറയുന്നതാണ് ചാമ്പപ്പറമ്പിലെ LP സ്കൂൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് ഓരോ വിദ്യാർത്ഥികളെയും പേഴ്സണലി വിലയിരുത്തുകയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ NSS എന്ന് പറയുന്നത് UCയിൽ NSS 100 പേരടങ്ങുന്ന യൂണിറ്റാണ്. അതിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടക്കം കുറിച്ചത് 100 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ്. O God, our Heavenly Father, you have been gracious to our forefathers. You are faithful to us today. As we deliberate upon our responsibilities, be with us, guide us, and direct all our thinking. സ്ഥാപകരായ 4 പേരുടെ ഫെലോഷിപ്പിന്റെ പിന്തുടർച്ചയായാണ് കോളേജിന്റെ ഭരണം മുമ്പോട്ട് പോകുന്നത്. മലങ്കര സിറിയൻ ചർച്ച്, മർത്തോമ സിറിയൻ ചർച്ച്, ആംഗ്ലിക്കൻ സഭയുടെ തിരുവിതാംകൂർ കൊച്ചി ഡയോസിസ് എന്നിവയിലെ അംഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ഭരണ സംവിധാനത്തിൽ നിർണായക പങ്കുവഹിച്ചത് ഫെലോഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥിരം അധ്യാപകരുടെ കൂട്ടായ്മയാണ്. അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന സെനറ്റസ് ആണ് തുടക്കത്തിൽ ഭരണ നിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഇന്ന് ഈ ഫെലോഷിപ്പ് അറിയപ്പെടുന്നത് ഇന്റർ ചർച്ച് ഫെലോഷിപ്പ് എന്ന പേരിലാണ്. നിലവിൽ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, മലങ്കര യാക്കോബായ സിറിയൻ ചർച്ച്, മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച്, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നീ 4 സഭകളിലെ അംഗങ്ങൾക്കാണ് കോളേജിന്റെ ഭരണ സംവിധാനത്തിൽ പ്രാതിനിധ്യമുള്ളത്. സവിശേഷമായ ഒരു എക്യൂമെനിക്കൽ ദർശനമാണ് യൂണിയൻ ഇൻ ദ മിഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന നിലയിൽ അവർ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഇത് ഒറ്റ വ്യക്തിക്ക് പരമാധികാരം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമല്ല UC കോളേജിൻ്റെ. ശരിക്കും അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന വളരെ പണ്ട് മുതൽ തന്നെ പ്രാവർത്തികമാക്കിയ ഒരു സ്ഥാപനമാണ് UC കോളേജ്. മാത്രമല്ല സ്റ്റാൻഡിംഗ് കൗൺസിലിനും നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവേണിംഗ് ബോഡിക്കകത്തും കോളേജിൽ നിന്നുള്ള അധ്യാപകർ അംഗങ്ങളായിരിക്കും. അപ്പോൾ അധ്യാപകർക്ക് ഈ കോളേജിൻ്റെ ഭരണകർത്തൃത്വത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സാധ്യത ഫെലോഷിപ്പിലൂടെ നിലനിൽക്കുന്നുണ്ട്. അക്കാഡമിക് എക്സലൻസ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഈ 2 ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് 1921 UC കോളേജ് സ്ഥാപിതമാകുന്നത്. 1925 മഹാത്മാഗാന്ധി കോളേജിൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സന്ദർശക ഡയറിയിൽ എഴുതിയ ഒരു വാക്യം കോളേജ് അതിൻ്റെ തിലകക്കുറി പോലെ ഭദ്രമായിട്ട് ഇന്ന് സൂക്ഷിക്കുന്നതാണ്. അതിൽ അദ്ദേഹം എഴുതിയത് ഡിലൈറ്റഡ് വിത്ത് ദ ഐഡിയൽ സിറ്റുവേഷൻ എന്നുള്ളതാണ്. The year 2023 marks the 75th anniversary of Mahatma Gandhi's assassination. നാക്കിൻ്റെ അക്രഡിറ്റേഷൻ 1996 ആരംഭിക്കുമ്പോൾ കേരളത്തിൽ ആദ്യം 5 സ്റ്റാർ ഗ്രേഡ് കിട്ടിയത് UC കോളേജിനാണ്. 2022 NIRFൻ്റെ ദേശീയ റാങ്കിങ്ങിൽ 97ാം സ്ഥാനത്ത് കോളേജ് വന്നു. ആ യാഥാർത്ഥ്യത്തെ വീണ്ടും മെച്ചപ്പെടുത്താൻ ഈ കഴിഞ്ഞ വർഷം കോളേജ് 20 സ്ഥാനങ്ങൾ കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് 77ാം റാങ്ക് കരസ്ഥമാക്കി. ഈ നിലയിൽ ഇപ്പോഴും ദേശീയ തലത്തിലും അക്കാഡമിക്കുമായ നിലവാരം പുലർത്തുന്നു. അതോടൊപ്പം ഏറ്റവും ഉന്നതമായ നീതിബോധം, ജനാധിപത്യ, മതേതര മൂല്യങ്ങൾക്ക് ഈ കോളേജ് നൽകുന്ന പ്രാധാന്യം തന്നെയാണ് ഈ കോളേജിൻ്റെ ഉയർച്ചയുടെയും വളർച്ചയുടെയും ഒരു നിദർശനം എന്നെനിക്ക് തോന്നുന്നു. കൂടാതെ ഈ കോളേജിനെ സപ്പോർട്ട് ചെയ്യുന്ന
കോളേജിൻ്റെ നട്ടെല്ലായിട്ടും പിൻബലമായിട്ട് പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അതിൻ്റെ ചാപ്റ്ററുകളുമാണ് ഈ കോളേജിന് ഏറ്റവും ശക്തിദുർഗമായിട്ട് നിൽക്കുന്നത്. ഈ കോളേജിൻ്റെ ഏറ്റവും നല്ല അംബാസഡേഴ്സ് എന്ന് പറയുന്നത് ഈ കോളേജിൽ നിന്ന് പഠിച്ച് നക്ഷത്രങ്ങളെപ്പോലെ വിവിധ മണ്ഡലങ്ങളിൽ ശോഭിക്കുന്ന ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ജോസഫ് ഒരു ഓർമ്മതൻ ക്രൂരമാം സൗഹൃദം, ശ്വാസനാളം കീറും അന്ധവേഗങ്ങളിൽ, കുംഭസാരത്തിൻ്റെ ബോധക്ഷയങ്ങളിൽ നിന്റെ നക്ഷത്രം ഉദിക്കുന്നു പിന്നെയും. ഞാൻ അറിയുന്നു തുറുങ്കു ഭേദിച്ച് നിൻ സ്നേഹപ്രവാഹം സമുദ്ര സംഗീതമായി മാറുന്നതും, വന്ധ്യകാലങ്ങളിൽ തണൽ വീശുന്ന നിന്റെ ബലിഷ്ഠമാം ചില്ലകൾ തോറും കൊടുങ്കാറ്റു കൂടുവയ്ക്കുന്നതും. ഞാൻ അറിയുന്നു തുറുങ്കു ഭേദിച്ച് നിൻ സ്നേഹപ്രവാഹം സമുദ്ര സംഗീതമായി മാറുന്നതും, വന്ധ്യകാലങ്ങളിൽ തണൽ വീശുന്ന നിന്റെ ബലിഷ്ഠമാം ചില്ലകൾ. ഈ കലാലയം സത്യത്തിൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ സൃഷ്ടിയുമാണ്, സ്രഷ്ടാവുമാണ് എന്ന് പറയാം. കേരളത്തിൻ്റെ സംസ്കാരത്തെ നിർണയിച്ച പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഒന്നുകൂടിയാണ്. ഈ കോളേജിന് പ്രസിദ്ധി നേടിക്കൊടുത്ത ഏത് കാലത്ത് ഇവിടുത്തെ പ്രഗത്ഭരായ അധ്യാപകരൻ കോളേജ് തുടങ്ങിയ കാലം മുതൽക്ക്, അത് KC ചാക്കോ സാർ മുതൽക്ക് ഈ കോളേജിന് പേരും പെരുമയും ആർജിക്കുന്നതിന് ഒരു പ്രധാന കാരണം ഇത്രയും പ്രഗത്ഭരായ അധ്യാപകരോടും ഉണ്ടായിരുന്നു. അത് ജാതിക്കും മതത്തിനും അതീതമായി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമനം നടത്തി എന്നുള്ളതുകൊണ്ടാണ്. കോളേജിൻ്റെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അധ്യാപകരെയും വിദ്യാർത്ഥികളെയൊക്കെ എടുക്കുമ്പോൾ അതിൽ ഇന്ത്യക്കാരും യൂറോപ്യന്മാരും അതുപോലെ ക്രിസ്ത്യാനികളും അക്രൈസ്തവരും ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഈ കോളേജിനുള്ളത്. അതാണ് ഈ കോളേജിൻ്റെ ഒരു പ്രധാന വിജയരഹസ്യം എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ പക്ഷേ KSUക്കാരനായിരുന്നില്ല, ഞാൻ SFIക്കാരനും ആയിരുന്നില്ല, ഒരു യൂണിയനിലും മെമ്പർ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്, ഒരു വർഷം ഞാൻ ചെയർമാനായ ഒരു വർഷം ഇവിടെ ഒരു വിദ്യാർത്ഥി സമരവും ഉണ്ടാകരുത്. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളോ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന ജനാധിപത്യ അവകാശങ്ങളോ ഹനിക്കപ്പെടുന്ന ഒരു നടപടി ഉണ്ടായാൽ അതിനെതിരായിട്ട് എല്ലാവരും ഒരുമിച്ച് സമരം ചെയ്യണം. ഇങ്ങനെ ഒരു കോളേജിൽ വരുമ്പോൾ ഇതൊരു വിസ്മയ ലോകമായിരുന്നു. അപ്പോൾ ഈ കോളേജ് എങ്ങനെ ഉണ്ടാവും, ഈ ഇംഗ്ലീഷ് എങ്ങനെ പറയും, കാരണം മലയാളം മീഡിയത്തിലാണ് പഠിച്ച് വരുന്നേ. അപ്പോൾ വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ അവിടുത്തെ അന്തരീക്ഷം വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം നമ്മളെ പതുക്കെ മെരുക്കിയെടുത്തു. പക്ഷേ UC കോളേജ് അതിൻ്റെ യുവത്വം നിലനിർത്തുന്നു, ഇപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് തുടരുന്നുണ്ട്. എത്രയോ പ്രതിഭകളെയാണ് ഈ വിദ്യാലയം വാർത്തെടുത്തത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ലോകത്തിൻ്റെ തന്നെ പുരോഗതിക്ക് വേണ്ടി അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിദ്യാലയത്തെ പറ്റി ഉള്ള ഉദ്ദേശം ഇത് തന്നെയല്ലേ, ലോകത്തിന് നന്മ ചെയ്യുക എന്നുള്ളത്, നല്ല മനുഷ്യരെ വാർത്തെടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ക്യാമ്പസ് വളരെ കുറവാണ് ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് എന്താണ്, ഓരോ നൂക്ക് ആൻഡ് കോർണർ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന തരത്തിലുള്ളൊരു കോളേജാണത്. ലൈഫിൽ പലപ്പോഴായിട്ട് നമ്മൾ കൂട്ടി വയ്ക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണല്ലോ പിന്നീട് നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പറക്കിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കാം. My chemistry teacher at UC College, Professor Anandaraman, was probably the most influential person for me to choose chemistry as a career. I sincerely believe that my days at UC College had a great influence in my future successes. Almost every matter concerning students, matter campus life, not hostel is especially by the ബാക്കി ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എവറി ടീച്ചർ വിൽ ഹാവ് എ പാർട്ടിസിപ്പേഷൻ. അതാണ് പ്രധാന കാര്യം. കുട്ടികൾ വരുന്ന ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ഹോസ്റ്റലിലവർക്ക് പ്രത്യേകിച്ച് അറിയാം. പിന്നെ ഡേ സ്കോളേഴ്സായിട്ട് വരുന്നവർ ഞങ്ങൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ മനസ്സിലാക്കി. അതുകൊണ്ട് ദറ്റ് റിലേഷൻഷിപ്പ് വാസ് ബെറ്റർ. സ്റ്റുഡൻസ് ഗെറ്റ് എ ബെറ്റർ യൂസ് ഓഫ് ടീച്ചേഴ്സ്. പഠിപ്പിക്കൽ മാത്രമല്ലല്ലോ, പഠിപ്പിക്കൽ. 5 വർഷത്തെ കാലയളവിൽ എന്നെ ഞാനാക്കി മാറ്റുവാൻ
UC കോളേജിൻ്റെ പങ്ക് മറക്കാവുന്നതല്ല. UC കോളേജിൻ്റെ ചാപ്പൽ ക്വയറിലും ബാസ്കറ്റ്ബോൾ ടീമിലും ഞാൻ അംഗമായിരുന്നു. എന്നോടൊപ്പം പഠിച്ച എല്ലാ സഹപാഠികളെയും, പഠിപ്പിച്ച അധ്യാപകരെയും, കൂട്ടത്തിൽ എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. സാധാരണ നമ്മൾ പറയും ഒരു ക്യാമ്പസ് നമ്മളെ സ്വാധീനിക്കുന്നത് അതിൻ്റെ ക്രിട്ടിക്കൽ മാസ്, ഡൈവേഴ്സിറ്റി, ഇതൊക്കെ കൊണ്ടാണ് എന്ന് പറയും. ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്നത് സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയുടെ ലെവലിൽ അത്ര വലുതല്ലെങ്കിലും ഒരു ക്രിട്ടിക്കൽ മാസ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഏത് സ്ഥലത്തെത്തുമ്പോഴും ഏത് പൊസിഷനിലെത്തുമ്പോഴും ഞാൻ UC കോളേജിനെ ഓർക്കും. 1966 മുതൽ 73 വരെയാണ് ഞാൻ UC കോളേജിൽ പഠിച്ചിരുന്നത്. പ്രീ ഡിഗ്രി BSc സ്പെഷ്യൽ ഫിസിക്സ് ആൻഡ് MSc ഫിസിക്സ്. ആ കാലഘട്ടം എൻ്റെ പിന്നീടുള്ള ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു കാലഘട്ടമാണ്. ഒരു ഹോസ്റ്റലറായിട്ടായിരുന്നു എൻ്റെ പഠനം. അക്കാലത്ത് ഹോസ്റ്റലിൻ്റെ ലൈഫ് ഒരു വീട്ടിലെ ലൈഫ് പോലെ തന്നെയായിരുന്നു. ഒരു കുടുംബം പോലെയാണ് നമ്മൾ കഴിഞ്ഞിരുന്നത്. ഡോക്ടർ AM ചാക്കോയും ഫാമിലിയായിരുന്നു ഞങ്ങളുടെ നോൺ റെസിഡൻറ്റ് വാർഡൻസ്. അപ്പോൾ അവർ ആക്ച്വലി ഫോസ്റ്റർ പേരൻസ് ആയിരുന്നു നമുക്ക് എന്ന് പറയാം. അപ്പോൾ ആ അറ്റാച്ച്മെൻറ്റ് രണ്ടുപേരുടെയും അവസാന കാലം വരെ നമ്മൾ തുടർന്നിരുന്നു. അന്നത്തെ തിരുവാങ്കൂറിൻ്റെ കാര്യം പറയാമെങ്കിൽ തിരുവാങ്കൂറിൽ ഇലക്ട്രിസിറ്റി ഇല്ല. എല്ലാം മണ്ണെണ്ണ വിളക്കും റാന്തലും മേശവിളക്കും ഒക്കെയുള്ള കാലമാണ്. ഹോസ്റ്റലിൽ താമസിക്കാനും മറ്റും 8.5 രൂപയാണ് ഒരു മാസത്തെ ചിലവ്. ഈ ലിവിങ് വളരെ ചീപ്പാണ്. അത് ഒരു ദിവസത്തെ നോക്കാമെൽ ഇന്നത്തെ 30 പൈസ. രാവിലെ കാപ്പിയും ഇഷ്ടംപോലെ ഇഡ്ഡലിയും ദോശയും ഏത്തപ്പഴവും വടയും കൂടെ രാവിലത്തെ കാപ്പി. ഉച്ചയ്ക്ക് മിഷ്ടാന്നമായ ഭോജനം, സാമ്പാർ, അവിയൽ ഉൾപ്പെടെ. 4 മണിക്ക് ഏത്തച്ചാപ്പവും വടയും, പിന്നെ ചായ, രാത്രിയിൽ ഊണ്. ഇങ്ങനെ 4 മെസ്സാണുള്ളത് കോളേജിൽ. ഈ ഹോസ്റ്റലിലെ ഡിസിപ്ലിൻ വളരെ വിശേഷമാണ്. വാർഡൻ 8 മണിയാകുമ്പോൾ വിളക്കുമായിട്ട് വരുമ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സും അവരവരുടെ റൂമിൻ്റെ മുൻവശത്തിൽ നിൽക്കണം. ഗുരുകുല വിദ്യാഭ്യാസം പോലെ റെസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ വേണം കോളേജിൻ്റെ ജീവിത രീതി എന്ന് ആദ്യകാലത്ത് തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നു. 50 കുട്ടികൾ വീതമുള്ള ചെറിയ ഹോസ്റ്റലുകളും അതിൻ്റെ നടത്തിപ്പിനായി അധ്യാപകരും അവരുടെ കുടുംബവും എന്നതായിരുന്നു രീതി. അതുകൊണ്ട് തന്നെ ലാളിത്യമുള്ള ജീവിത രീതി വിദ്യാർത്ഥികളും അധ്യാപകരും സ്വായത്തമാക്കി. ഇപ്പോൾ പെൺകുട്ടികൾക്കായുള്ള 5 ഹോസ്റ്റലുകളിൽ 375ഓളം കുട്ടികളുണ്ട്. ആൺകുട്ടികളുടെ 2 ഹോസ്റ്റലിലായി 67ഓളം വിദ്യാർത്ഥികളും പഠിക്കുന്നു. പിന്നെ ഒരു കൻറ്റീനുണ്ടായിരുന്നു. കൻറ്റീനകത്ത് ഞാൻ ആദ്യമായിട്ട് ഈ കൊക്കോ കഴിക്കുന്ന ആ കൻറ്റീനിലാണ്. അന്ന് നമ്മുടെ നാടുകളിലൊന്നും ചോക്ലേറ്റ് പോലും കടയിൽ കിട്ടാത്ത കാലം. കടകളിലൊക്കെ നാരങ്ങ മിഠായും പിന്നെ കടുക് മിഠായും അല്ലാതെ വേറെ ഇല്ലാത്ത കാലത്ത് ഈ അവിടെ പോകുമ്പോഴാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. പിന്നെ അന്ന് കലകൾക്ക് ഒരുപാട് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിൽ അന്ന് പഠിപ്പിച്ചതാണ് കൈനിക്കര കുപ്പാരപിള്ള അദ്ദേഹത്തിൻ്റെ കാൽവരിയിലെ കൽപ്പപാതകം എന്ന നാടകം. ഒരു 100 തിയേറ്ററിൽ കൂടുതൽ ആടിയിട്ടുള്ളതാണ്. അത് കോളേജിൽ അഭിനയിച്ചു. ആ അഭിനയിച്ചതിൽ CJ തോമസാണ് അതിൽ നായകനായ ജൂഡാസ്. ഈ പാവപ്പെട്ട ഞാനായിരുന്നു അന്നത്തെ സ്ത്രീ പാർട്ട്. അന്ന് സ്ത്രീകൾ നാടകത്തിൽ പോകുന്നത് വളരെ കുറച്ചിലായിട്ടാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് ഒരു നാടകത്തിലെല്ലാം ആണുങ്ങളാണ് വരുന്നത്. അപ്പം അതിൽ ഞാൻ എന്നെ ഒരു ചെറിയ സുന്ദരനായിട്ടാണ് കോളേജിൽ കരുതിയിരുന്നത്. അതുകൊണ്ട് എന്നെയാണ്
ജുഡിത്തായിട്ട് നായികയായിട്ട് ഞാനാണ്. അതിൽ അന്നത്തെ ആ നാടകത്തിൽ ആത്മകഥമാണ് ആ നാടകത്തിൽ കൂടുതലുള്ളത്. അതിലെ ഒരു ഭാഗം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അഖില ലോകസാരം സൗന്ദര്യം, സൗന്ദര്യത്തിൻ്റെ സാക്ഷാത്കാരം ശൃംഗാരം, ശൃംഗാരത്തിൻ്റെ സമ്മോഹന സമ്മേളനം. ഇത് ആത്മകഥം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കയ്യടിയും വലിയ എന്നെ ഒരുപാട് അഭിനന്ദിച്ചു. അതുപോലെ തന്നെ കോളേജിൽ തന്നെ സ്പോർട്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതാണ്. അതിലാണ് പ്രധാനപ്പെട്ട ഇന്നും പേരുകേട്ട മനുഷ്യനാണ് CP ആൻഡ്രൂ സാറ്. CP ആൻഡ്രൂ സാറിൻ്റെ ഒരു ഫിസിക്കൽ കോളേജോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും അതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആലുവയിൽ. അദ്ദേഹമാണ് അത് ഒറിജിനേറ്റ് ചെയ്തത്. അദ്ദേഹവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ സായിപ്പ് ഉണ്ടായിരുന്നു, ബെർക്ക്ലി സായിപ്പ്. അപ്പോൾ സായിപ്പ് ഹോക്കി കളിക്കാരനായിരുന്നു. സായിപ്പ് ഞങ്ങളുടെ കൂടെ കളിക്കും. അന്ന് ഹോക്കി ഈ സ്കൂളുകളിലെങ്ങും ഇല്ല, കോളേജിലാണ് ആദ്യമായിട്ട് ഈ ഹോക്കി തുടങ്ങിയത്. അതിൽ ആൻഡ്രൂ സാർ എന്നെ ക്യാപ്റ്റനായിട്ട് എടുക്കുകയും ഈ ക്യാപ്റ്റനായിരുന്നിട്ട് കോളേജിൽ നിന്ന് എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് പിൽക്കാലത്ത് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. ആ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ ഓഫീസർ കേഡറ്റ് സെലക്ഷനായിട്ട് ആർമി പോകാൻ നേരം അതിനൊരു പ്രത്യേക മാർക്ക് എനിക്ക് കിട്ടി. രാഷ്ട്രീയം ആദ്യത്തെ കാലത്ത് തിരുവാങ്കൂറിലെ പ്രധാനികളായിരുന്ന 3 പേരാണ് പട്ടംതാണുള്ള CK ശിവൻ, TM വർഗീസ്. അത് കൂടുതലും തിരുവാങ്കൂർ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരെണ്ണം തുടങ്ങി. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയൊന്നും സ്ട്രോങ് ആയിട്ടില്ല. ഈ കോളേജിൻ്റെ ശ്രേയസ്സിന് വേണ്ടി ഞാൻ കുറേ കൂടെ ജീവിച്ചിരുന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ കോളേജിൽ നിന്ന് ഏറ്റവും മേലായിട്ട് എന്നെ ഞാനാക്കി തീർത്ത ഒരു കോളേജാണത്. അതിനോട് തന്നെയുള്ള നന്ദി ഞാൻ സ്നേഹപൂർവ്വം എല്ലാവരെയും, ഇന്നത്തെ സ്റ്റാഫിനെയും ഇനിയും വരാൻ പോകുന്നവരെയും അറിയിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക്സ്. ഹരിതം ഹരിതരസിതം ഹർഷഭരിതം വിദ്യാർത്ഥി ജീവിതം. ഹരിതം ഹരിതം രസിതം രസിതം ഹർഷഭരിതം വിദ്യാർത്ഥി ജീവിതം. മഹാഗണിതം അബ്ദുൽ കലാമിതം അശോകാങ്കണ സങ്കേതം. വിജ്ഞാനധാത്രി UC കേരള വിശ്വഭാരതി UC. വിജ്ഞാനധാത്രി UC കേരള വിശ്വഭാരതി UC. യുവദദൻ അധ്യാത്മവിദ്യാലയം മമദദൻ മാനവ ഭദ്രാലയം. ടാഗോർ കവാടം
കടന്നു വന്നിവർ രാഗഗീതാഞ്ജലി ആലപിച്ചു. ഗരിസനി പകരി കരി കടന്നു വന്നിവർ രാഗഗീതാഞ്ജലി ആലപിച്ചു. ഗാന്ധിമാവിൻ ഗാന്ധിമാവിൻ ത്യാഗത്തണലിൽ ശാന്തി പാഠങ്ങൾ അഭ്യസിച്ചു. നമ്മളെ നാമാക്കി യൂസി